സംസ്ഥാന സർക്കാർ സ്ഥാപനമായ മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡ് പുതുതായി പുറത്തിറക്കിയ മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിച്ചുകൊണ്ട് പരസ്യം നൽകിയ നടപടിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം നടപടികൾ ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ ബെയ്ക്കോയ്ക്കും സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. മദ്യത്തിന് പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് 10,000 രൂപ പ്രതിഫലം നൽകുമെന്ന് കാണിച്ച മലബാർ ഡിസ്റ്റിലറീസ് MT പുറത്തിറക്കിയ പത്രക്കുറിപ്പാണ് വിവാദങ്ങൾക്ക് ആധാരമായത്. ഇത് വലിയ തോതിലുള്ള ജനകീയ വിമർശനങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. കോട്ടയം DCC വൈസ് പ്രസിഡന്റ് ചിന്തു കുര്യൻ ജോയ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക നടപടി. കേരള അബ്കാരി നിയമത്തിലെ 55H വകുപ്പിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെയും അനുച്ഛേദനം 47ന്റെയും നഗ്നമായ ലംഘനമാണ് ഈ നടപടിയെന്ന് ഹർജിയിൽ ആരോപിക്കുന്നു. ജനങ്ങളുടെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ബാധ്യസ്ഥരായ സർക്കാർ തന്നെ മദ്യത്തിന് പേര് നിർദ്ദേശിക്കാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. മദ്യത്തിന്റെയും ഇതര ലഹരി വസ്തുക്കളുടെ പ്രോത്സാഹനം തടയേണ്ട സർക്കാർ അതിന് കൂട്ടുനിൽക്കുക മാത്രമല്ല, മദ്യ ഉപയോക്താവിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് പെരുമാറുന്നതെന്നും ഹർജിയിൽ പറയുന്നു. ഒരു സർക്കാർ സ്ഥാപനം ഇത്തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു. മദ്യത്തിന് ആകർഷകമായ പേരും ലോഗോയും കണ്ടെത്തുന്നതിന് പൊതുജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് വഴി മദ്യത്തെ ഒരു ലളിതമായ ഉൽപ്പന്നമായി കാണാനും അതിന്റെ വിപണനം വർദ്ധിപ്പിക്കാനും സർക്കാർ ശ്രമിക്കുകയാണെന്ന് വിമർശനമുയർന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിഷയം ഗൗരവകരമാണെന്ന് നിരീക്ഷിച്ചു. ഇത് സംബന്ധിച്ച് വിശദമായ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനോടും ബെയ്ക്കോയോടും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് സർക്കാരിന്റെ നയമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും വിപണന തന്ത്രങ്ങളിലൂടെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം. കേരള അബകാരി നിയമപ്രകാരം മദ്യത്തിന്റെ പരസ്യങ്ങൾക്കോ പ്രമോഷനുകൾക്കോ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് മദ്യത്തിന് പേര് ക്ഷണിക്കുന്നത് ഒരുതരം വിപണന തന്ത്രമാണെന്നും ഇത് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ലംഘനമാണെന്നും ഹർജിക്കാരൻ വാദിക്കുന്നു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭമുണ്ടാക്കാൻ ലഹരി വസ്തുക്കളുടെ പ്രചാരണം ഏറ്റെടുക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും വരും തലമുറയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും സാമൂഹിക പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. ചിറ്റൂർ ഷുഗർ മില്ലിന്റെ വളപ്പിൽ പ്രവർത്തനം ആരംഭിക്കുന്ന മലബാർ ഡിസ്റ്റിലറീസിനായി ജവാൻ റമ്മിന് സമാനമായ കുറഞ്ഞ നിരക്കിലുള്ള മദ്യം പുറത്തിറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനകീയമായ ഒരു പേര് മദ്യത്തിന് നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ലോഗോ മത്സരം സംഘടിപ്പിച്ചതെന്നാണ് ഡിസ്റ്റിലറീസ് അധികൃതരുടെ പ്രാഥമിക വിശദീകരണം. എങ്കിലും പ്രതിഫലം പ്രഖ്യാപിച്ച് പൊതുജനങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളികളാക്കുന്നത് പരസ്യ നിരോധനത്തിന്റെ ലംഘനമാകുമോ എന്നതാണ് കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്. വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. മദ്യ കച്ചവടം വിപുലീകരിക്കാൻ സർക്കാർ ക്രിയാത്മകമായ വഴികൾ തേടുന്നത് ലജ്ജാകരമാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്കായി കോടികൾ ചെലവഴിക്കുമ്പോൾ തന്നെ മറുവശത്ത് മദ്യത്തിന് പേര് ചോദിക്കുന്നത് പരിഹാസ്യമാണെന്നും അവർ കുറ്റപ്പെടുത്തി. കോടതിയുടെ ഇടപെടലോടെ മലബാർ ഡിസ്റ്റിലറീസിന്റെ മദ്യവിതരണ പദ്ധതികൾക്ക് താൽക്കാലികമായി തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. കേസിൽ സർക്കാരിന്റെ വിശദീകരണം വരുന്നതുവരെ ഇത്തരം മത്സരങ്ങൾ തുടരാനാവില്ലെന്ന സൂചനയാണ് നിയമവൃത്തങ്ങൾ നൽകുന്നത്. കേരളത്തിലെ മദ്യനയത്തെയും സർക്കാർ സ്ഥാപനങ്ങളുടെ വിപണന രീതികളെയും ചോദ്യം ചെയ്യുന്നതാണ് ഈ ഹൈക്കോടതി നടപടി. പൊതുജനാരോഗ്യവും സർക്കാർ വരുമാനവും തമ്മിലുള്ള പോരാട്ടമായി ഈ നിയമയുദ്ധം മാറുകയാണ്.